അസ്സലാമലൈക്കും. സുൽഫിക്കറില്ലേ എവിടെ? ഉണ്ട്, ഇരിക്കും. സുൽഫിക്കറിന് എന്നോട് വൈരാഗ്യം കാണുമെന്ന് എനിക്കറിയാം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. സാഹചര്യങ്ങൾ മൂലം എന്തൊക്കെയോ സംഭവിച്ചു പോയതാണ്. ഞാൻ വന്നത് റംലത്തിനെയും ഷാജിമോനെയും നിങ്ങളെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അറിയിക്കാനാണ്. അവൻ എന്റെ ആരുമല്ലല്ലോ. റംലത്ത് നിങ്ങളുടെ ഭാര്യയും ഷാജിമോൻ നിങ്ങളുടെ മകനുമാണ്. നിങ്ങൾ നിക്കാഹ് ചെയ്തിരിക്കുന്ന പെണ്ണ് സുൽഫിക്കറിന്റെ ഭാര്യയാകുന്ന എങ്ങനെ? സുൽഫിക്കർ ആണല്ലോ ആദ്യം അവളെ നിക്കാഹ് ചെയ്തിരുന്നത്. ഞാൻ അവളെ മൊഴി ചൊല്ലിയതാണ്. ആ മൊഴി ചൊല്ലലിന് നിയമപ്രാബല്യമില്ല. അന്നവൾ നിങ്ങളിൽ നിന്നും ഗർഭിണിയായിരുന്നു എന്ന് റംലത്ത് സമ്മതിച്ചിട്ടില്ലല്ലോ. ഞാൻ അവളെ മൊഴി ചൊല്ലുമ്പോ അവളുടെ മാസക്കുള്ളി തെറ്റിയിരുന്നില്ലെന്നല്ലേ അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? അതിലെന്താണ് തെറ്റ്? റംലത്ത് പറഞ്ഞതാണ് സത്യം. ഗർഭിണിയാണെന്ന വിവരം പിന്നീടാണ് അവൾ മനസ്സിലാക്കിയത്. ആ വിവരങ്ങളെല്ലാം നിങ്ങളുടെ സഹോദരിയോട് അന്നേ അവൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ പേരിലാണ് ഷാജിമോനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അവിടെ വന്നത്. പക്ഷെ അവൾ എന്നെ വഞ്ചിച്ചു. റംലത്തിന്റെ ദയനീയ സ്ഥിതി മനസ്സിലാക്കാതെയാണ് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് ഓരോ നിമിഷവും ഉരുകി ഉരുകി ഇല്ലാതാവുകയാണ്. ഷാജിമോനെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്നിൽ നിന്നും അവനെ പിരിക്കാനുള്ള വൈമനസ്യം കൊണ്ട് കരയ്ക്കും വെള്ളത്തിലുമല്ലാത്ത അവസ്ഥയിൽ കിടന്ന് അവൾ വീർപ്പുമുട്ടി മരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അവൾക്ക് അല്പമെങ്കിലും ആശ്വാസം പകരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ മതിയാവൂ. ഞാൻ അവളെ നിക്കാഹ് കഴിച്ച ദിവസം ആദ്യ രാത്രിയിൽ അവൾ ഗർഭിണിയാണെന്ന സത്യം എന്നോട് തുറന്നു പറഞ്ഞത് നിങ്ങളോടൊത്ത് ജീവിക്കാനുള്ള അവളുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. കാര്യം മനസ്സിലാക്കിയപ്പോൾ അവളെ നിങ്ങൾ ഏൽപ്പിച്ചു തരാൻ ഞാൻ തയ്യാറായതാണ്. ആ ഉദ്ദേശത്തോടെ ഞാൻ നിങ്ങളെ പല സ്ഥലത്തും അന്വേഷിച്ചു, ഇവിടെയും വന്നിരുന്നു. പക്ഷേ നിങ്ങളെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ലായിരുന്നു. ഈ അവസ്ഥയിലാണ് ഞാൻ റംലത്തിനെ കൂടെ താമസിപ്പിക്കാൻ നിർബന്ധിതനായത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവനെന്ന മാനക്കേടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ റംലയ്ക്ക് അഭയം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കൂടെ താമസിപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ സഹോദരീ സഹോദരന്മാരുടെ ബന്ധത്തിലാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. എന്നോടാരും മാപ്പ് ചോദിക്കണമെന്നില്ല. എങ്കിൽ റംലത്തിനെയും ഷാജിമോനെയും നിങ്ങൾ സ്വീകരിക്കണം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി. സുൽഫിക്കർ സമ്മതിച്ചാൽ തന്നെ അത് നടക്കുന്ന കാര്യമല്ല. ദജ്ജാലബു ജീവിച്ചിരിക്കുന്നുള്ള കാലം അവർ തമ്മിലുള്ള സുഖജീവിതം ഒരു പേക്കിനാവായിരിക്കും. എന്റെ മകന്റെ ജീവന് തന്നെ ഒരു ഭീഷണിയായി. അതൊക്കെ വെറുതെ തോന്നുകയാണ് എന്ന് പറയരുത്. നിങ്ങളുടെ കണക്കില്ലാത്ത സ്വത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദജ്ജാലബു മകളെ നിക്കാഹ് കഴിച്ചു തന്നത്. ആ സ്വപ്നത്തിന് ഒരു ചെറിയ പോറൽ വന്നാൽ മതി, അയാൾ പിശാചായി മാറും. സുൽഫിക്കർ റംലത്തിനെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ദജ്ജാലബുനെ വഴിക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മതിക്കൂ സുൽഫി. റംലത്തിനെ ഷാജിമോനെ സ്വീകരിക്കാമെന്ന് സമ്മതിക്കൂ. ശരി, നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം. റംലത്തിനെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ശരി, എന്നാ ഞാൻ തന്നെ. അസ്സലാമു അലൈക്കും. മാമ ഇല്ലേ ഇവിടെ? അല്ല, ആരിത്? ഉയ്യാപ്പിളയോ? എന്താ ഇവിടെ തന്നെ നിന്ന് അതേ കയറ്. ഇരിക്കും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് വന്നത്. അല്ലു ചില്ല് കാര്യങ്ങള് പണ്ടേ സംസാരിക്കാറില്ലല്ലോ. റംലത്തിന് ആദ്യം നിക്കാഹ് കഴിച്ച സുൽഫിക്കർ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാനും കേട്ടു. അതിന് നിങ്ങൾക്കെന്താ? ഷാജിമോനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് അയാൾ വീട്ടിൽ വന്നിരുന്നു. ഷാജിമോനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ടോ? എന്നിട്ട് അവൻ എല്ലാം ഒടിക്കാതെ പറഞ്ഞയച്ചോ? ഈ പറഞ്ഞത് എനിക്ക് ചേർന്ന മര്യാദയല്ല. ബാപ്പ വന്ന് മോനെ ചോദിച്ചാൽ വിട്ടുകൊടുക്കണ്ടേ? ഷാജി അവന്റെ മകനാകുന്നെങ്ങനെ? നിങ്ങൾ ഇനിയും കള്ളക്കളി കളിച്ച് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. ഗർഭിണിയായ റംലത്തിനെയല്ലേ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ചു തന്നത്? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? എനിക്ക് നിക്കാഹ് കഴിച്ചു തരുമ്പോ
റംലത്ത് ഗർഭിണിയായിരുന്നില്ലേ? ആ അതൊക്കെ കഴിഞ്ഞു പോയ കഥകളല്ലേ. കഥ ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നല്ല നിലയിൽ അവസാനിച്ച് കാണണമെന്നുണ്ട്. നിങ്ങളുടെ ഒരു ചെറിയ സഹായം കൂടി ഉണ്ടെങ്കിൽ എളുപ്പത്തിലെല്ലാം ഭംഗിയെ അവസാനിപ്പിക്കാം. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? സുൽഫിക്ക് റംലത്തിന് മൊഴി ചൊല്ലുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് നിയമപ്രകാരം അവൾ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. ഷാജി അയാളുടെ കുഞ്ഞ്. രണ്ടുപേരെയും അയാൾ ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു? വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. പഠിച്ചു നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ, ഞാൻ ഇനി എതിര് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിശ്ചയിച്ച പോലെ നടക്കട്ടെ. റംലത്തിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ സുൽഫിക്കറിനോട് നാളെ വീട്ടിലോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളും കൂടി ഉണ്ടായിരുന്നാൽ അത് നന്നായിരിക്കും. എന്താ, വരില്ലേ? ആ വരാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നാളെ കാണാം. ശരി. നിങ്ങൾ രാവിലെ പോകുമ്പോൾ ഞാനും പോരും. നമ്മൾ പിരിച്ചു വെച്ചവരെ നമ്മളായിട്ട് തന്നെ കൂട്ടിച്ചേർക്കുന്നതല്ലേ. ഈ ജന്മം അവർ കൂടിച്ചേരാൻ പോകുന്നില്ല. നിങ്ങൾ പിന്നെ അങ്ങേരോട് സമ്മതിച്ചത്? തൽക്കാലം ഇവിടെ ഒരു ബഹളം കൂടാതെ കഴിക്കാമെന്ന് വിചാരിച്ചു. നാളത്തെ പ്രഭാതം കണി കാണാനായി സുൽഫിക്കർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ അവന് റംലത്തിനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നുള്ളൂ. അതിനു മുമ്പേ അവന്റെ കഥ ഞാൻ കഴിക്കും. നിങ്ങളുടെ സംസാരം കേട്ടപ്പോ നിങ്ങളൊരു നല്ല മനുഷ്യനായെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ പിശാച് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദയവ് ചെയ്ത് ഇനി അവരുടെ ജീവിതത്തിൽ തലയിടരുത്. ഞാൻ ഇന്നോളം കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങൾ തകർക്കാനായി വീണ്ടും ഈ മണ്ണിൽ കാലുകുത്തി അവനെ വെറുതെ വിടാൻ ഈ തെച്ചാൽ ഒരു മടയനാണെന്ന് വിചാരിച്ചോ? എന്റെ നിറം അവനിന്ന് ശരിക്കും മനസ്സിലാക്കും. റംലത്തെ, റംലത്തെ, എന്തിനാ വിളിച്ചത്? നീ എനിക്ക് വേണ്ടി കുറേയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചു. ഞാനോ? അങ്ങല്ലേ എനിക്കും ഷാജിമോനും വേണ്ടി കഷ്ടപ്പാടുകൾ അത്രയും സഹിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചു എന്ന്? അന്യനായ എന്നെ ചൊല്ലി ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന സ്വന്തം ഭർത്താവിനെ പിരിഞ്ജീവിക്കാൻ തയ്യാറായി നിന്നെ ആരോടും ഉപയോഗിക്കാനാവില്ല റംലത്തെ. അതെ, എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റാനായി ഓരോ നിമിഷവും നിന്റെ മനസ്സ് പൊരിയുന്നത് ഞാൻ കാണും. എന്റെ സ്വാർത്ഥത സംരക്ഷിക്കാനായി ജീവിതകാലം അത്രയും നിന്നെ കണ്ണീർ കടലിലേക്ക് തള്ളിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിന്നെയും ഷാജിമോനെയും സുൽഫിക്കറിനെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നെ പരീക്ഷിക്കുകയാണോ? ഞാൻ എന്തിനു നിന്നെ പരീക്ഷിക്കണം? എന്റെ തീരുമാനമാണ് ഞാൻ നിന്നെ അറിയിച്ചത്. നിന്റെ ബാപ്പയും സുൽഫിക്കറും അംഗീകരിച്ചതാണ് ആ തീരുമാനം. അങ്ങനെയാണോ? എങ്കിൽ ആ തീരുമാനത്തിൽ നിന്നും അങ്ങ് പിന്തിരിയണം. കാരണം ഷാജിമോനെ പിരിഞ്ഞു ജീവിക്കാൻ അങ്ങേക്കൊണ്ടാവില്ല. അത് ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ നിനക്ക് നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടുകൂടാ. വിധിക്കുന്നതല്ലാതെ കൊതിക്കുന്നത് ആർക്കും കിട്ടാറില്ല റംലത്തെ. ഇത് ക്രൂരതയാണ്. അങ്ങയ്ക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചതിന് അങ്ങനെക്ക് തരുന്ന കടുത്ത ശിക്ഷ. ശിക്ഷിക്കപ്പെടുന്നവൻ ഞാനാണ്. അനർഹമായത് സ്വന്തമാക്കാൻ ഞാൻ കാണിച്ച അതിമോഹത്തിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും. ആ മോചനത്തുള്ള ഒരേ ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. നിന്നെയും ഷാജിമോനെയും സുൽഫിക്കറിനെ ഏൽപ്പിക്കുക.